ഞങ്ങൾക്ക് ഒരുപാട് അച്ഛന്മാരും ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും അറിയാം. അല്ല, ഒരു നല്ലൊരു അച്ഛൻ ഞങ്ങളിപ്പോ കാണിച്ചു തന്ന വോയിസിലും അതിലൊക്കെ ആൾക്കാർ കരയാണ്. അവരാണ് ആ വോയിസ് വെച്ചത്. അതും എന്റെ ബിസിനസ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. കൂളിംഗ് ഗ്ലാസ് വെച്ചത് രാവിലെ 3:30 മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. നല്ല ഉറക്കുണ്ട് കണ്ണില്. പൊന്നു മനുഷ്യന്മാരെ, രേണു സുധിയും കൂട്ടാളികളും ബിഷപ്പും എല്ലാം കുടുങ്ങുകയാണ്. ആരാണ് ഈ ഫാമിലി? ഈ ഫാമിലി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലിയും ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. ഈ ഫാമിലി ഇന്നലെ രാത്രി എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കിച്ചുവിന് സപ്പോർട്ട് മാത്രമല്ല, ബിഷപ്പിന് നല്ല തക്കതായിട്ടുള്ള മറുപടിയും രേണുവിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നു. സോഷ്യൽ മീഡിയ മൊത്തത്തിൽ തന്നെ ഷോക്കാണ്. ബിഷപ്പ് തന്നെ ഷോക്കാണ്. ഇവർ എന്തിന് കിച്ചുവിന് സപ്പോർട്ട് കൊടുത്തു എന്ന് ലോകം തന്നെ, കേരളം തന്നെ ഷോക്കാണ്. ഇവർ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ഓരോരുത്തരും ഫുള്ളായിട്ട് കേൾക്കണം. അതിനുശേഷം നമ്മുടെ മരിച്ചുപോയ സുധിച്ചേട്ടൻ്റെ അയൽവാസികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചുവിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അതും ഞാൻ വെച്ചു തരാം. വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് പൊന്നു മനുഷ്യന്മാരെ സബ്സ്ക്രൈബ് ചെയ്യണം. കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. കാരണം കുറച്ച് നാൾ മുന്നേ വരെ രേണുവിന്റെ ഫാമിലിക്കും വക്കീൽ നോട്ടീസ് അയക്കുകയും അവരെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെ ഉൾട്ടി ചെയ്ത് നമ്മളെ ഞെട്ടിച്ച കാര്യം. ഇനി ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു രോഗി വയ്യാതെ കിടക്കുമ്പോൾ പുരോഹിതന്റെ മനസ്സ് എങ്ങനെയായിരിക്കും നമുക്കറിയാം. നല്ല പുരോഹിതന്മാര് ആൾക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായതും അവരെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നതും അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നതൊക്കെ നല്ലൊരു ഇടയന്റെ ലക്ഷണമാണ് എന്ന് കരുതി ഇപ്പോഴത്തെ വേറൊരാളെ തേജോവധം ചെയ്യണ കാര്യങ്ങൾ, അതും ഒരു കുട്ടീനെ തേജോവധം ചെയ്ത് ഒറ്റപ്പെടുത്തി മറ്റുള്ളവരെ കൊണ്ട് ഒറ്റപ്പെടുത്തി ഉറപ്പിക്കണ കാര്യങ്ങള് ബിഷപ്പ് അല്ല ദൈവനമ്പരം പറഞ്ഞാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കണ കാര്യം 100% ശരിയാണ്. ഈ ഒരു ഫാമിലി ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് ബിഷപ്പ് പോയിട്ട് ആരും വിചാരിച്ചിട്ടില്ലെന്ന് പൊന്നുമനുഷ്യന്മാരെ. ബിഷപ്പ് അക്ഷരാർത്ഥത്തിൽ ബിഷപ്പ് കുടുങ്ങി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആളതിനതൊന്നും അറിഞ്ഞിട്ടൊന്നല്ല സംസാരിക്കുന്നത്. കാര്യങ്ങളൊന്നും അറിയില്ല. അല്ലല്ല, അത് രേണുവിന്റെ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവരെന്താണ് പറഞ്ഞു കൊടുത്തത് അതാണ് ആള് കേട്ടിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ആള് ആൾക്ക് വേണമെങ്കിൽ കിച്ചുമായിട്ടൊന്ന് സംസാരിച്ചുകൂടെ, കിച്ചിനോട് സംസാരിച്ചുകൂടെ, അല്ലെങ്കിൽ ആള് വേണം പോലീസുകാർ വിളിച്ചിട്ടുണ്ട്, അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങള് ഒരു കാര്യം ചോദിച്ചോട്ടെ, അവനിപ്പോ 21 വയസ്സാണ്. ഈ 21 വയസ്സിൽ അവൻ മാക്സിമം അവന് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരിക്കും? ഒരു കള്ളുകുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു കഞ്ചാവ് വലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷനിൽ പെടുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത്രയും മോശം നടക്കുന്ന കാര്യങ്ങള്, കള്ളുകുടി, പെണ്ണുപിടി, കഞ്ചാവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രായത്തിലുള്ളവർക്ക് എതിരെ പറഞ്ഞ ഏറ്റവും കൊലപാതകം ചെയ്തൊക്കെ പിന്നെ അവ കൂടി ഇരിക്കില്ലല്ലോ. ഓക്കെ, അല്ല 21 വയസ്സിനുള്ളില് ഇപ്പൊ കഞ്ചാവ് ഒരു കെട്ടുകണക്കിന് കഞ്ചോണ്ട് പോയ ആൾക്ക് ആളിനെ എന്തായാലും ജാമ്യത്തില് അല്ല കൂടി വന്ന എപ്പോഴെങ്കിലും ഈ പറയുന്ന കൂട്ടുകെട്ടുകളിലൊക്കെ പറ്റിയിട്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അത്രയും കാര്യങ്ങള് ഗൗരവമേറിയ ആ കാര്യങ്ങൾക്ക് ആ കുട്ടി എത്തണമെങ്കിൽ നല്ലൊരു പാരന്റിങ് ഇല്ലാണ്ട് തന്നെയാണ് അതിന്. ഓക്കെ, ഇവർ പറയുന്ന ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം. കിച്ചു കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിലും കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദി രേണുവാണ്. രേണുവല്ലേ പോറ്റമ്മ. അവൾ പോറ്റിയത് കൊണ്ടാണ്, അവൾ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കഷ്ടകാലത്തിന് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പൊന്നു മനുഷ്യന്മാരെ, ഇപ്പൊ രേണു നിന്റെ ഒരു സീക്രട്ട് കാര്യം ഞാൻ പുറത്ത് പറയും എന്തായിരിക്കും? ഇനിയിപ്പോൾ നാളെ രേണു വന്നിട്ട് എന്നെ കിച്ചു കയറി പിടിച്ച് എന്നെ കിടക്കാൻ വന്നു അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അത് തിരിച്ചു മാറ്റി അതിൽ നിന്ന് തിരിച്ചു വന്ന് തിരിച്ചറിവുകളായി മനസ്സിലായി കഴിഞ്ഞപ്പോ പിന്നെ അവന്റെ അച്ഛന്റെ പേര് കളങ്കപ്പെടുത്താതെയാണ് അവൻ പിന്നെ ഇവിടെ ജീവിക്കുന്നത്. ഈ പേര് കളങ്കപ്പെടുത്തി നടക്കുന്ന ആൾക്കാർ നിന്നിട്ട് പണ്ടെപ്പോഴോ നടന്ന കാര്യവും വലിച്ചിട്ട് ഇപ്പൊ വന്നിക്കണു രംഗത്ത്. എന്തിനാത്? ഇപ്പൊ അവൻ നല്ലൊരു കരിയർ വരുന്നുണ്ട് അല്ലെ, അവന് ബാക്ക് സപ്പോർട്ടിന് ഒരുപാട് ആളുകൾ വരുന്നു, ബിസിനസ് തുടങ്ങി, അവൻ പുതിയ ബ്രാൻഡ്, പുതിയ കൊളാബറേഷൻസും വർക്കും കാര്യങ്ങളും വരുമ്പോ ഇവിടെ അവർക്ക് ചെറിയൊരു ഉൾഭയം. ഇനി അവരെ പൊക്കിക്കൊണ്ട് നടന്നവരെല്ലാം ഇവന്റെ പുറകെ കൊണ്ടുപോവോ, അവസരങ്ങൾ മാറുമോ എന്നൊക്കെ അല്ലേ. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വിഷമായ ഒരു കാര്യം. മനസ്സിലായോ? നമുക്ക് ഏറ്റവും വിഷമായത് ഞങ്ങള് ഇത് കണ്ടിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റിയാക്ട് ചെയ്യണമെങ്കിൽ ഇന്നലെ റിയാക്ട് ചെയ്ത് വീഡിയോ ഉണ്ട്, ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്ന. പക്ഷെ ഇന്ന് വന്നപ്പോ എന്റെ ബിസിനസിന്റെ അക്കൗണ്ടിൽ ഫോണത്, അതിൽ ഫുള്ള് കോൾസും മെസ്സേജും വോയിസുകളൊക്കെയാ വന്ന് കിടക്കുന്നത്, ലൂടെ വന്ന് കിടക്കണേ. 100% ശരിയാണ്. കിച്ചുവിന് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കിട്ടുന്ന അസൂയ കൊണ്ടാണ് രേണു സുധി കിച്ചുവിനെ തകർക്കാൻ നോക്കുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങൾ പറയുക അങ്ങനെ എങ്ങനെ മറ്റേ പ്രശ്നം ഞങ്ങൾ പറയാണ്ട് തന്നെ ഒരുപാട് റിയാക്ഷൻകാർ അത് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും
ഇങ്ങനത്തെ അനാവശ്യ ഈ ക്രിട്ടിസൈസ് കാര്യങ്ങൾക്കൊന്നും വരാറില്ല. രേണുവിനെ താത്തി പറയാനോ കിച്ചുവിനെ പൊക്കി പറയാനോ അവർക്കെതിരെ പറയാനോ അല്ല അവര് പറഞ്ഞ ഇപ്പൊ അണ്ടർവേൾഡ് കിങ് എന്നുള്ള ലെവലിലാണ് ഇപ്പൊ അവര് പറഞ്ഞു നിർത്തണേ ആ കിച്ചുവിനെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരാളിനെ പറഞ്ഞു നിർത്തുന്ന ലെവലൊന്നല്ല അവര് പറയണത്. എന്തോ ആരോടും പറയാത്ത നമുക്കിടയിൽ മാത്രം നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കിച്ചു. ഞാനത് പുറത്തു വിട്ടാൽ നിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞേ ആകെ മാക്സിമം അവന് ചെയ്യാൻ ആ പ്രായത്തിലുള്ള പിള്ളേര് ആകെ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. പണ്ടെപ്പോഴോ ഉണ്ടായ കാര്യല്ലേ, പണ്ടെപ്പോഴോ ഉണ്ടായ കുറച്ച് കാര്യങ്ങളല്ലേ. ഓക്കെ, ഒരു കാര്യം പറയാം. കൂടിപ്പോയ കിച്ചു ചെയ്തത് ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ച് ഒരു പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും, രേണു അത് കയ്യോട് പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും. ഇത് ഞാൻ എൻ്റെ ഒരു അനുമാനം പറഞ്ഞതാണ്, രേണു ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ അതൊരു പ്രായമാണ്. ആ പ്രായത്തിൽ ചെയ്ത ഒരു തെറ്റായിരിക്കും, അതിന് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും ഭീഷണി. ഞാനത് പറയും. വേറെ കിച്ചു എന്ത് ചെയ്യാനാണ്? എന്താ അല്ലേ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവന്റെ ലൈഫ് സ്റ്റോറിയിൽ തന്നെ അവൻ ചെയ്ത എല്ലാ തെറ്റും കാര്യങ്ങളും. ഞാനൊരു കാര്യം പറയാം, ധ്യാൻ ശ്രീനിവാസൻ, ഈ ഷൈൻ ചേട്ടൻ, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ ഈ എത്രയോ വലിയ പൊളിറ്റിക്സിലുള്ള ആളുകളാണെങ്കിലും സെലിബ്രിറ്റികളാണെങ്കിലും അങ്ങനെ എത്രയോ തെറ്റുകളിലൂടെ നടന്നു പോയിട്ട് അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതൊക്കെ മാറ്റി തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ പഴയ കാര്യങ്ങൾ തന്നെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്യുക? അല്ല, തിരിച്ച് പ്രസന്റിലി പാസ്റ്റ് എന്തായിരുന്നു ഫ്യൂച്ചർ എന്താണെന്നല്ല, പ്രസന്റിലി ആ വ്യക്തി എങ്ങനെയാണ് എന്നതിനെ വേണം നമ്മുടെ പിള്ളേര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ആദ്യം നിന്ന് മാറ്റുക ചെയ്യുക. അത് അല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരുടെ അവൻ ശരിക്കും പറഞ്ഞ അവന്റെ ചെറിയ പ്രായത്തിൽ അനുഭവിച്ച ട്രോമ അനുഭവിച്ച കുട്ടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ട്രോമയിൽ അവന് ആ സമയത്ത് വീട്ടുകാരുടെ ഇതോ കാര്യങ്ങളൊന്നും അവനുണ്ടായി കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിൽ നിന്ന് പോയിട്ടുള്ള ചില തെറ്റുകള് അതിൽ നിന്ന് അവൻ മനസ്സിലായി തിരിച്ചൊക്കെ കഴിഞ്ഞു. അതൊക്കെ എത്രയോ കാലം. ഇപ്പൊ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആള് ഇത്രയും ബോധമുള്ള ഒരാളാണ്. ഞാനൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, അതായത് നമുക്ക് പറയാൻ അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, ആരോരുമില്ല, നമ്മൾ ഒറ്റപ്പെടലാണ്. ആ സമയത്ത് കള്ള് കുടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതം. ആ പാവപ്പെട്ട കിച്ചു ആരുമില്ല, സ്നേഹം എന്തെന്നറിയാത്ത ആ പാവപ്പെട്ട മനുഷ്യന് പിന്നെ എങ്ങനെയെങ്കിലും അതിനൊക്കെ തരണം ചെയ്തിപ്പോ നല്ല രീതിക്ക് ജീവിക്കുമ്പോൾ അവന് ഭീഷണിയുമായി രേണു സുധിയും കൂട്ടാളികളും ബിഷപ്പും ഒക്കെ പോകുന്നു അറിയുമ്പോ ബാക്കിയും കൂടി കേട്ടു നോക്കാം. അതൊരു വൈദികനാണ്. ആള് തന്നെ പറയുന്നുണ്ട്, ആൾക്ക് സോഷ്യൽ മീഡിയയില് വലിയ ഇതില്ല, സോഷ്യൽ മീഡിയ ആള് നോക്കാറില്ല, കാണാറില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും വലിയ ന്യൂസ് റിയാക്ഷൻ വീഡിയോകാരൻ പറയുന്നുണ്ട്, ഈ പറയുന്ന കിച്ചുവിന്റെ രേണുവിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ആളിരുന്ന് കണ്ട് എൻജോയ് ചെയ്യുന്ന ആളാണെന്നുള്ളത് ആ ആൾക്കറിയാം. അല്ല, ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ആള് പറയണ ആളുടെ പോലീസുകാരെ ആളിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അതിലാള് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആ ബിഷപ്പ് പറയണത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. അവര് പറഞ്ഞു ഇതൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കിച്ചു ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അത് അവര് പറഞ്ഞിട്ടാണ് ആൾക്കറിയുള്ളത്. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആള് പറയുന്നു, ഞാൻ നാട്ടുകാരൊക്കെ ഉണ്ട് കിച്ചു രാഹുൽ ദാസിനെതിരെ പറയിപ്പിക്കുന്നു. ഇതൊരു വൈദികം പറയണ കാര്യമാണോ? ഞങ്ങൾക്ക് ഒരുപാട് പുരോഹിതരെ അറിയാം, ഞങ്ങൾക്ക് ഒരുപാട് അച്ഛന്മാരും ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും അറിയാം. അല്ല, ഒരു നല്ലൊരു അച്ഛൻ കുമ്പസാര കൂട്ടിലിരിക്കുമ്പോ പോലും കള്ളം, കളവ്, കഞ്ചാവ്, പെണ്ണുകേസ്, അല്ലെങ്കിൽ പിടിച്ചുപറി, അല്ലെങ്കിൽ എന്ത് കൊലപാതകം വരെ ചെയ്ത് വന്നിട്ട് മാപ്പുസാക്ഷിയായി അറിയാം അത് തെറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോ ആ അച്ഛൻ അതിന് പിന്തിരിപ്പിച്ച് അതിന് ആ പാപം കൊണ്ട് കുമ്പസാര രഹസ്യം പോലെ നെഞ്ചിൽ. ഇവർ പറയുന്നത് 100% ശരിയാണ്. ഞാൻ വിചാരിക്കുന്നത് ആ ബിഷപ്പിന് ചിലപ്പോൾ വധഭീഷണി പോയിട്ടുണ്ടാവും. രേണു നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല. രേണുവിന് എവിടെ ടച്ചപ്പ് ഉണ്ട് അവൾ വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ ബിഷപ്പിനോട് ഭീഷണിപ്പെടുത്തി പറഞ്ഞതായിരിക്കും. ബിഷപ്പല്ലേ, പാവപ്പെട്ട മനുഷ്യനല്ലേ, സ്വന്തം ജീവന് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ചിലപ്പോ പറഞ്ഞത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ബബിത പറയുന്നുണ്ട് കിച്ചുവിനെ സേഫ് ആയിട്ട് നോക്കണം. അതുകൊണ്ടാ പറയുന്നത് നിങ്ങളെ പോലുള്ള വിമർശിക്കുമ്പോഴേക്കും തിരിച്ച് അവനെതിരെ പറയരുത്. അതെ, ഓരോരുത്തരും എന്തിനാണെന്നുണ്ടെങ്കിൽ കിച്ചു രേണുവിന്റെ വാക്ക് കേട്ടിട്ട് ഇപ്പൊ അച്ഛൻ, അതായത് ബിഷപ്പ് പറഞ്ഞ പോലെ അങ്ങനെ പറയുമ്പോ മറ്റുള്ള കുറെ ആൾക്കാർ, അതായത് കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണെങ്കിലും
അച്ഛൻ പറയണത് കുറെ ആൾക്കാർ വിശ്വസിക്കും. പള്ളിയിലെ അച്ഛൻ പറയുമ്പോ ആളുകൾ അതാ വിശ്വസിക്കണേ. അന്ന് ഈ പള്ളിയിലെ അച്ഛൻ പറഞ്ഞ വീഡിയോ അവിടെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ടുനോക്ക്. അന്ന് രേണുവിനെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. അപ്പനെ പറയാനും ബാക്കിയില്ല. ഈ രേണു ഈ അച്ഛനെ അയാളെന്നൊക്കെ പറയാം എന്ത് മോശമായിട്ടാ പറഞ്ഞിരുന്നത്. ഓക്കെ, ഈ പറഞ്ഞത് 100% ശരിയാണ്. എന്നെ പറ്റിയിട്ട് നാളെ ഒരു പള്ളിയിലച്ഛനോ ഒരു പള്ളിയിൽ ഉസ്താദോ ഒരു സ്വാമിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് വിശ്വസിക്കും. കാരണം അവർ കള്ളം പറയാത്തവരാണ്. ഈ ബിഷപ്പിന് ഇത് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അച്ഛൻ അവർക്കെതിരെ നോട്ടീസ് അയച്ചു. എന്തിനായിരുന്നു നോട്ടീസ് അയച്ചത്? അവർക്ക് ഈ വീട് കൊടുത്തതിൽ ലജ്ജിക്കുന്നു. അവരിപ്പോ ഈ കിടന്ന് കാറ്റി കൂട്ടുന്ന എന്ന് ഏത് ലെവലിൽ അന്ന് കിച്ചുവിനൊന്നും പറ്റി പറഞ്ഞില്ല. അച്ഛൻ അതിൽ പറയുന്നുണ്ട് കിച്ചുവിനെയും മൃതപ്പനെയും വിചാരിച്ചിട്ടാണ് ആ വീട് വെച്ചു. അല്ല, ചിലപ്പോ ആളെന്തിട്ടാ പറയണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇവരുടെ വയ്യായും ഇതൊക്കെ കണക്കിലെടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്തോട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ, അവരെ ദൈവത്തിന്റെ ഒരു പുത്രി എന്ന നിലയിലൊക്കെ സ്വീകരിച്ചോട്ടെ. പക്ഷെ അതിനു വേണ്ടി കിട്ടാൻ വേണ്ടി അവരുടെ സ്നേഹം സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒന്നും അറിയാത്ത ഈ ഒരു കിച്ചുവിനെ ചവിട്ടി താത്തയും മോശക്ക എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ അല്ല പണ്ട് മറ്റേ നമ്മള് മൂക്കോളം ഒളിപ്പിച്ച് നടന്ന കാര്യം ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ നല്ലൊരു ഇടയൻ എന്താ ചെയ്യാ? ഈ വക കാര്യങ്ങളൊക്കെ വിളിച്ചു കൂവി പറയൂ. അന്ന് അച്ഛനോട് നമുക്ക് റെസ്പെക്ട് ആയിരുന്നു. 100% ഇവർ പറയുന്നത് ശരിയാണ്. പൊന്നുമനുഷ്യന്മാരെ, ആരാണ് ഇവർ? ഇവർക്ക് നല്ല വിലയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് മൊത്തത്തിൽ വെക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആള് പറഞ്ഞ കാര്യങ്ങളോട് ഇത്രയും നല്ലൊരു അച്ഛനോട് അവർ എങ്ങനെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് അത് മൊത്തം പോയി. ഞങ്ങൾക്ക് മാത്രല്ല, ഞങ്ങൾ അജിതാമ്മോ ആ അച്ഛൻ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്തേലും പറഞ്ഞാലും നമ്മൾ കിച്ചുവിനൊപ്പം തന്നെയാണ്. അല്ല, അങ്ങനെ കാരണം ആളിനെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ആള് നല്ലൊരു കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ആളിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആള് പറയണത് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അത് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുണ്ടാവുക. നിങ്ങളൊരു കാര്യം പറഞ്ഞു, എനിക്ക് ആ അച്ഛന്റെ വീഡിയോ കണ്ടപ്പോ എന്റെ കലിപ്പ് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, കൂടെ നടക്കുന്ന ഒരു രേണുവിനെ വിറ്റിട്ടാണ് ആ ചാനൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അത് രേണുവിന്റെ കൂടെ നടക്കുന്ന ഒരു ചാനലാണ്. ഞങ്ങള് ശരിക്കും റിയാക്ഷൻ വീഡിയോ അങ്ങനത്തെ ആൾക്കാരുള്ള ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോ കാണിച്ചു തന്ന വോയിസിലും അതിലൊക്കെ ആൾക്കാർ കരയാണ്. ഞാനൊരു കാര്യം പറയാം, യൂട്യൂബിൽ മാത്രമാണ് കിച്ചുവിന് ഇത്തിരി സപ്പോർട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ പറയുന്ന രേണുവിന്റെ കൂട്ടാളികളും രേണുവിന് എല്ലാവരും ജാസി എല്ലാ സാധനങ്ങളും കിച്ചുവിന് തെറിയാണ്. ജാസി പറയുന്നത് 10 ലക്ഷം അയച്ചു കൊടുത്തു, 20 ലക്ഷം കൊടുത്തു, 5 ലക്ഷം കൊടുത്തു, 1 ലക്ഷം കൊടുത്തു എന്നാണ്. അതായത് രേണു സുധി കിച്ചുവിന് കൊടുത്തു എന്നാണ്. എന്തൊരു സൈബർ അറ്റാക്കാണ് ആ പാവപ്പെട്ട കിച്ചുവിന്. വളരെ വളരെ മോശം രേണുവേ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ ഒരു മാം കരഞ്ഞാണ്. ഒരുപാട് കോള് ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ അറിയാത്തവര് ഈ കിച്ചുവിന് വേണ്ടി നിങ്ങൾ എന്താ ഇത് കണ്ടില്ലായിരുന്നോ, ഇത് കേട്ടില്ലായിരുന്നോ, നിങ്ങൾ എന്തൊന്നും പറയാതെ, അതായത് ഞങ്ങൾ അങ്ങനെയൊക്കെ. പക്ഷെ നമുക്കറിയാലോ, നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ അപ്പൂസിനെ അറിയണ പോലെ ഞങ്ങൾക്ക് അവനെ അറിയണോണ്ട് ഇപ്പൊ അതില് ഒരാളെങ്കിലും വന്ന് ഇതില് പറയുന്നില്ലേ ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടി ഈ പറയണ കിച്ചൺ ഇല്ലാത്ത കാലത്ത് ഉള്ള ചാനല ഞങ്ങളുടെ. അന്ന് ഞങ്ങൾക്ക് റീച്ചില്ല, ഇന്ന് ഞങ്ങൾക്ക് റീച്ചില്ല. അതിന് അവരുടെ കാര്യം എടുത്തു പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഓരോ റിയാക്ഷൻകാരും ഇവരുടെ പേരും പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോ ഞങ്ങൾക്ക് ചെയ്യായിരുന്നില്ലേ? ഞങ്ങൾ ചെയ്യുന്നോണ്ട് വല്ല കുഴപ്പമില്ല. എല്ലാവരും ജീവിക്കണം, അതിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ ഞങ്ങളാവും ജീവിക്കണം. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമില്ല. ഇത് ഇപ്പോഴും ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ ഞങ്ങൾ വിച്ചുവിന്റെ കയ്യിലേക്ക് ബിസിനസ് അക്കൗണ്ടാ. ഇതാണ് പേഴ്സണൽ. പക്ഷെ പേഴ്സണൽ നമ്പർ അറിയാത്തതുകൊണ്ട് ബിസിനസ് അക്കൗണ്ടിന്റെ നമ്പറിലേക്ക് കരഞ്ഞുകൊണ്ടാണ് അവര് വിടുന്നത്. അവരെ കരച്ചിൽ കാണുമ്പോ ഈ പറയുന്ന അവനെ സ്നേഹിക്കുന്ന ആൾക്കാര് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോ അല്ല ഇത് പറയുന്നത്. രേണു ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്നാണ് വിളിച്ചു കൂവിയത് നമ്മൾ കണ്ടതല്ലേ? അത് ശരി, അതാ ഞാൻ പറഞ്ഞ. അത് അങ്ങനെ ഫസ്റ്റ് ഒക്കെ ഇവര് ഇതിനേക്കാളും വലിയ ലംബ് നടന്നിരുന്ന ആൾക്കാരാണ്. നോട്ടീസ് വരെ അയച്ചു ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട്. ഇപ്പൊ ആ ബിഷപ്പ് എന്തൊക്കെയാണ് രേണുവിന് മുമ്പ് പറഞ്ഞത്. രേണു തന്നെ ബിഷപ്പാമ്പ് എന്ന് പറഞ്ഞ ആള് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെ പറയുമ്പോ ആരെങ്കിലും പൊട്ടിത്തെറിക്കൂലേ? എന്താ അല്ലേ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആള് പറയണ ഒരു റൂമുണ്ട്, ഞാൻ അത് പറയാൻ മറന്നുപോയി, അറിയില്ല. എനിക്ക് എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം അതാ ഈ അച്ഛൻ പറഞ്ഞത്. ഈ പറയുന്ന നിങ്ങൾ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കൊല്ലം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സുധിച്ചേട്ടന്റെ വിധവയായ ഭാര്യയോട് സിമ്പതി തോന്നിയിട്ടല്ല ബിഷപ്പ് ഈ സ്ഥലം കൊടുത്തതും മറ്റേ ആൾക്കാര് വീട് വെച്ചു കൊടുത്തതും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കിച്ചുവിനോടും ഋതപ്പനോടും സുധിച്ചേട്ടന്റെ 2 മക്കൾക്ക് വേണ്ടിയാണ്, അവരോടുള്ള സിമ്പതി കൊണ്ടാണ്
ഈ വീട് വെച്ചു കൊടുത്തത്. അത് അവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ഈ അച്ഛൻ വന്നിട്ട് അന്നൊക്കെ അങ്ങനെ പറഞ്ഞ അച്ഛൻ വന്നിട്ട് ഇപ്പൊ പറയുന്നു അവിടെ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു റൂമുണ്ട്, കിച്ചണിനൊരു റൂമുണ്ട്, വേണമെങ്കിൽ വന്ന് മിണ്ടാണ്ട് അവിടെ ഒതുങ്ങി അവന്റെ കാര്യം ജീവിച്ചോളാം അതിന്റെ ഉള്ളിൽ. ഇതിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ല, അവൻ മിണ്ടാണ്ട് വായിച്ചിട്ട് ഓംബ്രാന്ന് പറഞ്ഞ ആ വീട്ടില് വേണമെങ്കിൽ ഇരുന്നോളാം. ആ വീട്ടിൽ ഒരാൾക്ക് അവനെ കണ്ടുകൂടാ. ഈ പറയുന്ന വായിച്ചടിക്കുന്ന ഈ ജന്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം കൊണ്ട് അച്ഛനമ്മമാർക്ക് എങ്ങനെയാണെന്നുള്ളത് നടക്കൊണ്ട് ആൾക്കും ഇതേപോലെ ഒരു അവസ്ഥയൊക്കെ വരും. മോളില് ദൈവരിക്കുണ്ടല്ലോ. അല്ല, ഇപ്പൊ ബിഷപ്പ് ഇപ്പൊ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാത്ത രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്രയും ഡയലോഗ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ബിഷപ്പ് അതിനോട് കരയും. അതിന്റെ കൂടെ കൂട്ടു നിൽക്കാനായിട്ട് ആ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞൊരു ചാനലും ഷോർട്ട്, അതായത് വലിയൊരു ഇന്റർവ്യൂ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 500 എണ്ണം കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അവര്. ആളുകളിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. അത്രയും ഷോർട്ട് കട്ട് ചെയ്തിട്ട് ഇടുമ്പോ ആൾക്കാർ നോക്കുമ്പോ ഇയാളുടെ മാത്രം, ഇയാളാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽസ്, അതായത് ഫുള്ള് അറിയണ ആള് തന്നെ അതിൽ പറയണത് ശ്രദ്ധിച്ചാ മതി. അവര് പറഞ്ഞു ഇത് അവനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിച്ചുവിന്റെ ഫ്യൂച്ചർ വരെ പോക്കാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു വെടിക്കുള്ളതൊക്കെ കിച്ചു ഇയാൾക്ക് ആ കൂടി അവര് പറഞ്ഞൊരു അറിവ് മാത്രമാണുള്ളത്. ഇതുപോലെ പറയണേ നാട്ടുകാരുടെ അടുത്ത് ആള് പറയണില്ല. അല്ല, ആള് പറയാ നാട്ടുകാരെ കൊണ്ട് ഞാൻ ഇവനെതിരെ. ഇവർ പറയുന്നത് 100% ശരിയാണ്. ഓക്കെ, അവസാനത്തെ ഒരു ക്ലിപ്പും കൂടി വെച്ചിട്ട് നമ്മുടെ സുധിച്ചേട്ടന്റെ അയൽവാസി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വെക്കാം. ഒരു ബിഷപ്പിന്റെ മനസ്സ് വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് ആള് കിച്ചുവിനെതിരെ പറയിപ്പിക്കുന്ന ആള് പറയണ് ഇനി ഇതിനെതിരെ പറയുന്ന ആൾക്കാർക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ആള് പറയാ ഞാന് എയറില് അപ്പൊ ബിഷപ്പിന്റെ എയറിലാവണമെന്നൊന്നല്ല ആള്. എന്നിട്ട് പറയണേ ഇതിനെതിരെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ, അതായത് രേണുവിനെ പറയുന്ന ആൾക്കാർക്കും കിച്ചുവിനെ മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എതിരെ ചിലപ്പോ ആള് കേസ് കൊടുക്കും അങ്ങനെയൊക്കെ. അപ്പൊ ആ കേസ് കൊടുക്കട്ടെ, ആളെന്തിട്ട് ചെയ്യണം നോട്ടെ. അച്ഛന്റെ നിലപാട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അച്ഛൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത കാര്യം അവൾ വിളിച്ചു പറയാതിരിക്കാനാണെന്ന്. അങ്ങനെ ലൈല എനിക്ക് അച്ഛന്റെ വീഡിയോ കണ്ടപ്പോ വളരെ വിഷമം തോന്നി. പാവം കിച്ചുമോ, നിനക്ക് ദൈവമോനെ നിനക്ക് ദൈവമുണ്ടെന്ന്. അതന്നെയാണ് നമുക്ക് ഇതില് നമ്മൾക്ക് ആ വോയിസ് ഒക്കെ കരഞ്ഞോണ്ട് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ അച്ഛന്റെ ഇത് കണ്ടിട്ട് ജീൻ ജോഷി രേണുവിന് ആ വീട്, അത് ഞങ്ങൾ പറഞ്ഞു, രേണുവിന് ആ വീട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇനി അച്ഛനെ സോപ്പിട്ടിട്ട് ഈ പേരില് അച്ഛനെ ഇതൊന്നും അറിയില്ല, അച്ഛന് ഈ സംഭവങ്ങളൊന്നും അറിയില്ല. അവര് പറഞ്ഞ കാര്യങ്ങൾ അറിയുള്ളൂ. അവരിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്നു, ഭയങ്കര ക്യാൻസർ ആയിട്ടിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെഡ് അടിച്ചിരിക്കുമ്പോ ഇനി അച്ഛന്റെ തലയിലൊന്നും കയറാനും പോണില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ആരും. അപ്പൊ ഇനി അവര് പറയണത് എന്താണോ വീടിന്റെ അവനെന്തെങ്കിലും നാളെ ഇവൻ വന്ന് അലമ്പുണ്ടാക്കി, അതാണ് ആള് പറയണേ. നാളെ ഇതിന്റെ പേരിൽ ഈ വീട്ടുമുറ്റത്ത് വന്നിട്ട് അലമ്പുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ പറയുന്ന ആൾക്കാരെന്നുള്ള ലെവലിലുള്ള ആള് ഫുൾ ഭീഷണി, കിച്ചുവിനെതിരെ ഭീഷണി സ്വരങ്ങൾ. അല്ല, ഇവൻ കിച്ചു ഇങ്ങനത്തെ കാര്യത്തിന് ഒന്നിനും പോവില്ല. അച്ഛൻ പറയുന്നുണ്ടല്ലോ ആ വീടിന്റെ കാര്യം. അല്ല, അച്ഛൻ എന്ത് ഇങ്ങനെ പറയുന്നത്, അതായത് രേണുവിന്റെ കാര്യം നോക്കിയിരിക്കുന്നു, കിച്ചു ഒന്നി നിന്റെ കാര്യം നോക്കിയിരിക്കുക. അപ്പൊ സത്യത്തില് കിച്ചുവിന്റെ കാര്യം നോക്കി ഇവരുടെ ഈ വക പ്രഹസനങ്ങളിൽ നിന്നും ഇവരുടെ ഈ അവഗണനയിൽ നിന്നും ഈ ഏറ്റവും വിഷമത്തിൽ നിന്നൊക്കെ അവ ഒതുങ്ങി പോയി. അവന്റെ അവ എന്തെങ്കിലും എവിടെങ്കിലും വന്ന് ഈ രേണുവിനെ പറ്റി ഒന്നും മോശമായിട്ട് പറയാൻ അവൻ വന്നിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിയാ അവൻ ലാസ്റ്റും അമ്മ തന്നെ വിളിക്കണേ. ഓക്കെ പൊന്നുമച്ചന്മാരെ, തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സുധിച്ചേട്ടൻ്റെ അയൽവാസികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അടുത്ത വീഡിയോയിൽ ഞാൻ അത് വെച്ച് തരാം. ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.